അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 ഡിവൈഡ് ബൈ ടാൻ ക്യൂബ് 10. അപ്പോൾ ആദ്യം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 0 ദാറ്റ് ഈസ് 0. സോ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, പിന്നെ പ്ലസ് അടുത്ത ടേം നോക്കി നോക്കുക. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 10 1 കൊടുക്കുക. ദാറ്റ് മീൻസ് ടാൻ ക്യൂബ് 10 എന്ന് വരും. ഓക്കെ, അങ്ങനെ എത്ര വരും? ടാൻ ക്യൂബ് ലാസ്റ്റ് 8 വരുമ്പോൾ 80 വരും, റൈറ്റ്? അപ്പോൾ 80ഉം 10ഉം 80 ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ ക്യൂബ് 80 എന്നാണ്. അപ്പോൾ 80ഉം 10ഉം 90. ഓക്കെ, അപ്പോൾ 90. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി ആംഗിൾസിന് ടാനും എന്തും സെയിം ആണ്, ടാനും കോട്ടും സെയിം ആണ്, റൈറ്റ്? അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതും. ഈ സാധനത്തിന് ഞാൻ എഴുതും ഈ ടാൻ ക്യൂബ് 18 ഞാൻ എന്തായിട്ട് എഴുതുന്നു നോക്കിക്കോ. ടാൻ ക്യൂബ് 18 എനിക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? സ്വാഭാവികമായിട്ടും എനിക്ക് കോട്ട് 10 എന്ന് എഴുതിക്കൂടെ? കറക്റ്റാണ്. ആൻഡ് കോട്ട് 10 എങ്ങനെ എഴുതാൻ പറ്റും? കോട്ട് 10 ഞാൻ എഴുതും 1 ഡിവൈഡ് ബൈ ടാൻ 10 എന്ന് എഴുതും. ഓക്കെ, സോ 1 ഡിവൈഡ് ബൈ ടാൻ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 10 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 10. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട് തോന്നുന്നു അല്ലേ? സോ ക്യൂബ് ഉണ്ട്, ഇവിടെയും ക്യൂബ് ഉണ്ട്. ഓക്കെ, അത് ഈ ഫസ്റ്റത്തെ ടേമും അതും ഫസ്റ്റത്തെ ടേമും നിങ്ങൾ ആഡ് ചെയ്താൽ മനസ്സിലാവും എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്, റൈറ്റ്? സോ ദാറ്റ് മീൻസ് എന്താണ് ഫസ്റ്റത്തെ ടേമും ഇത് 0 ഉൾപ്പെടാണ്ടുള്ള ഫസ്റ്റത്തെ ടേമും 0 ഉൾപ്പെടാണ്ടല്ല, 0 കൊടുത്തതിനുള്ള വാല്യൂ ഇത് ഉൾപ്പെടുത്തേണ്ട, അത് മാറ്റിയെടുത്താം. അത് ഉൾപ്പെടാനുള്ള ഫസ്റ്റത്തെ ടേമും 8th ടേമും തമ്മിൽ 1 വരും. അതേപോലെ ടോട്ടൽ 8 സാധനങ്ങളുടെ 4 പെയർസ് ഉണ്ടാക്കും. സോ 4ഉം 4 വാല്യൂസ് 4 1 ഇൻറ്റു 1 ഓരോന്നും 4 പെയർസും ഓരോ വാല്യൂസൊക്കെ കൊടുക്കുക. സോ 4 + 1 5 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 70 20. സോ ഇത് എത്ര കിട്ടണ്ടേ? ഇത് 90. ഇത് 90, ഓപ്പോസിറ്റ് സൈഡ് 90. അപ്പോൾ ഇത് 90. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആംഗിൾസ് 90 ആണ്. ഇനി ടാൻ ആൽഫയുടെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. ടാൻ ആൽഫ ഡയറക്റ്റ് ഒന്ന് നോക്കി മനസ്സിലാവും. ടാൻ ആൽഫ ഈസ് ആക്ച്വലി DF അപ്പോൺ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് EF ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സാധനം എങ്ങനെയെങ്കിലും എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് എന്താ 20 10 ഇങ്ങനെ ഓപ്ഷൻസ് 20 10 50 70 ഒക്കെ ഉണ്ട്. സോ ടാൻ 20 നോക്കാം. ടാൻ 20 ഡിഗ്രി എത്ര നോക്കാം? ടാൻ 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻ 20നേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ആദ്യം ടാൻ 10 ഡിഗ്രി നോക്കുക. ഈ DF ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനമുള്ള ഒരു ടാൻ നോക്കണം. സോ ടാൻ 10 ഡിഗ്രി നോക്കി. ടാൻ 10 ഡിഗ്രി ദാറ്റ് ഈസ് DF ഉണ്ട് അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് BF. സോ BF വേണ്ടാത്ത സാധനമാണ്. ഓക്കെ, ഇനി ടാൻ 20 നോക്കാം. ടാൻ 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് BF. ഓക്കെ, BF അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് ഏതാണ്? FC. ഓക്കെ, നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ DF അപ്പോൾ EF ആണ് അല്ലേ? DF അപ്പോൾ EF ആണ് വേണ്ടത്. ഓക്കെ, സോ ഇനി ടാൻ 15ൻ്റെ കാര്യം കൂടി നോക്കി നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് DF ഉണ്ട്, പക്ഷേ എന്താണ് EFൻ്റെ കാര്യമില്ല. ഇവിടെ അപ്പോൾ ഒരു EFൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ ടാൻ 50 നോക്കുന്ന സമയത്ത് ടാൻ 50 ദാറ്റ് ഈസ് EF വരുന്നുണ്ട്. ഓക്കെ, EF അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് FC അല്ലെങ്കിൽ FC. ഇനി നോക്കി ടാൻ 10ഉം ടാൻ 20 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DF വരുന്നുണ്ട്. BF ക്യാൻസൽ. അപ്പോൾ അങ്ങനെ എന്താ കിട്ടുക? ടാൻ 10 ഇൻറ്റു ടാൻ 20 എന്ന് പറഞ്ഞാൽ നോക്കി നോക്കുക. ഒരു ഒബ്സർവേഷൻ കേട്ടോ. DF അപ്പോൾ FC കിട്ടും. ഓക്കെ, അപ്പോൾ FC വേണ്ടാത്ത സാധനം, പക്ഷേ നമുക്കൊരു EFും കൂടി വേണം. കാരണം DF അപ്പോൾ EF വേണ്ട, അതാണ് ടാൻ ആൽഫയുടെ വാല്യൂ. സോ ഞാൻ ടാൻ 15 ഡിവൈഡ് ചെയ്ത് നോക്കി. ടാൻ 15 ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഈസ് EF അപ്പോൾ FC. സോ FC പോയി. സോ ലാസ്റ്റ് DF അപ്പോൾ EF കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് കൊണ്ട് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻ 10ഉം ടാൻ 20ഉം ഡിവൈഡ് ബൈ ടാൻ 15 ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ്. സോ ഓപ്ഷൻ 8 ആണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ആണ് ടാൻ π/8 കോട്ട് π/8 വാല്യൂ കണ്ടെത്താൻ. സോ നമുക്ക് അറിയുന്ന വെച്ചാൽ π/4ൻ്റെ വാല്യൂസ് നമുക്കറിയാം അല്ലേ? π/4 എന്ത് കോസും സൈനും. π/4ൻ്റെ വാല്യൂസ് എല്ലാത്തിൻ്റെ അറിയാം, ടാൻ്റെ എല്ലാത്തിൻ്റെ അറിയാം. സോ ഞാൻ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ സൈൻ 2 തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്കറിയാം. സോ ടാൻ തീറ്റ ഇതാണെങ്കിൽ ടാൻ π/8 ആണെങ്കിൽ ഇവിടെ 1 മൈനസ് 2/8 ദാറ്റ് ഈസ് കോസ് π/4 ഡിവൈഡ് ബൈ സൈൻ π/4. ഓക്കെ, ദാറ്റ് ഈസ് 1 എന്താണ് √2 - 1 √2 - 1 ഡിവൈഡ് ബൈ 1/√2. സോ ജസ്റ്റ് ഇത് മുകളിലോട്ടേക്ക് പോകും. ആ √2 ക്യാൻസൽ. ദാറ്റ് ഈസ് √2 - 1 ആണ് എന്ത്? ടാൻ π/8ൻ്റെ വാല്യൂ. സോ ടാൻ π/8ൻ്റെ വാല്യൂ √2 - 1. ഇനി കോട്ട് π/8ൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ 1 പ്ലസ് കോസ് 2 തീറ്റ. നമ്മൾ പ്ലേയിങ് വിത്ത് കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഡിവൈഡ് ബൈ സൈൻ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. സോ അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് കോട്ട് π/8ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് √2 + 1 ആണ്. ഓക്കെ, സോ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് വെച്ചാൽ ടാൻ π/8ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് √2 - 1ഉം കോട്ട് π/8ൻ്റെ വാല്യൂ √2 + 1ഉം ഇവിടുന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ ചലഞ്ചർ പ്രോബ്ലം ആണ്. ഇതാണ് ടാൻ ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷനിൽ കെയുടെ വാല്യൂ. അപ്പോൾ ഇതിലേക്ക് ടാൻ എങ്ങനെയെങ്കിലും സൈനിലേക്ക് ഇടണം. ആദ്യം നമുക്ക് ടാൻ π/4ൻ്റെ ആ ഒരു വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 1 പ്ലസ് ഡയറക്റ്റ് കൊടുക്കാം. ടാൻ A + B അപ്ലൈ ആണ്. സോ 1 പ്ലസ് ടാൻ y/2 ഡിവൈഡഡ് ബൈ
1 മൈനസ് ടാൻ വൈ ബൈ 2 ഓക്കെ ഇസ് ഈക്വൽ ടു അടുത്ത ടാൻ ക്യൂബിൻ്റെ സെയിം അപ്ലൈ ചെയ്യാൻ പോകണം. ദാറ്റ് ഈസ് 1 മൈനസ് 1 മൈനസ് അല്ല സോറി 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2 ഹോൾ ക്യൂബ്. ഓക്കെ, ഈ ടാനിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല കാണുന്നുണ്ട്, കാരണം ഇവിടെ സൈനും കോസൊക്കെ ആണ്. സോ സൈനിലേക്ക് മാറ്റണം. സോ സൈനാക്കി മാറ്റുന്ന സമയത്ത് ടാൻ വൈ ബൈ 2 ദാറ്റ് ഈസ് സൈൻ വൈ ബൈ 2 ബൈ കോസ് വൈ ബൈ 2. സോ കോസ് വൈ ബൈ 2 പ്ലസ് സൈൻ വൈ ബൈ 2 ഡിവൈഡ് ബൈ കോസ് വൈ ബൈ 2 ഉണ്ട്. സോ അത് ലാസ്റ്റ് ഇവിടുന്ന് കട്ടാവുന്നുണ്ട്. ആൻഡ് 1 എന്താണ് എഗെയിൻ കോസ് വൈ ബൈ 2 മൈനസ് സൈന് വൈ ബൈ 2 കോസ് വൈ ബൈ 2 കട്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈന് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് അല്ല കോസ് എക്സ് ബൈ 2 മൈനസ് സൈന് എക്സ് ബൈ 2 ഓക്കെ ഹോൾ ക്യൂബ്. ഇനി സൈൻ എക്സ് ബൈ 2 നമുക്ക് ഇവിടെ എന്താണ് സൈൻ എന്ന് പറയുന്ന സാധനമാണ് കാണുന്നത് അല്ലേ. സൈൻ എന്ന് പറയുന്ന സാധനം കാണുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്ക്വയർ ചെയ്ത് ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കറിയാം സൈൻ വൈ ബൈ 2 പ്ലസ് കോസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ വൈ ബൈ 2 ആണ്. ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ വൈ ആണ്. 1 പ്ലസ് സൈൻ വൈ ആണ്. അപ്പോൾ ഇവിടെ ക്യൂബ് ഉണ്ട് ഓൾറെഡി. സോ ക്യൂബ് ഉണ്ട്. സോ അതിനൊന്ന് സ്ക്വയർ ചെയ്യേണ്ടി വരും. സോ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യൂബ് പുറത്തുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ പോകണം. സോ കോസ് വൈ ബൈ 2 പ്ലസ് സൈൻ വൈ ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈന് വൈയും ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈന് വൈയും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 1 പ്ലസ് സൈന് വൈയും 1 മൈനസ് സൈന് വൈയും ഹോൾ ക്യൂബാണ്. ഓക്കെ, ഇനി നമ്മൾ ഏകദേശം ആ സാധനം പോലത്തെ ഒരു സാധനത്തിലേക്ക് എത്തി. സൈൻ വൈ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു അപ്ലൈ ചെയ്യുന്നൊരു റൂളാണ്. ദാറ്റ് ഈസ് കോമ്പനൻറ്റോ ഡിവൈഡൻറ്റോ. അപ്പോൾ കോമ്പനൻറ്റോ ഡിവൈഡൻറ്റോ എന്ന് പറയുന്നത് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡ് ബൈ സി മൈനസ് ഡി എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇത് കോമ്പനൻറ്റ് ഡിവൈഡൻറ്റോ ആണ്. സോ ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ വൈ ഓക്കെ മൈനസ് ഈ സാധനം അടിയത്തെ സാധനം ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ വൈ. സോ 1 പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 സൈൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ വൈ. ഇത് പ്ലസ് ആയിരുന്നു ചെയ്യേണ്ടത് അല്ലേ, കറക്റ്റാണ്. സോ പ്ലസ് ചെയ്യേണ്ടത് കൊണ്ട് ഇവിടെ പ്ലസ് ആണ് വേണ്ടത്. സോ പ്ലസ് ചെയ്യുന്ന സമയത്ത് 2 വരും. സോ 2 ഇത് മൈനസ് വരും. പക്ഷേ ഒരു ഇതൊന്നുകൂടി കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, ഇത് കട്ടാവുന്നുണ്ട്. സോ 2 വരുന്നുണ്ട് അടിയിൽ. പിന്നെ 1 പ്ലസ് സൈൻ വൈ മൈനസ് 1 അപ്പോൾ ലാസ്റ്റ് 2 സൈൻ വൈ വരും. ഓക്കെ, അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ വൈ ഹോൾ ക്യൂബ് പ്ലസ് 1 മൈനസ് സൈൻ വൈ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ആ പരിപാടി. സോ 2 ഡിവൈഡ് ബൈ 2 ക്യാൻസൽ ആണല്ലേ. സോ 1 ഡിവൈഡ് ബൈ സൈൻ വൈ ഇസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ദാറ്റ് ഈസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 ഇൻറ്റു പിന്നെ എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നല്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ab എന്നല്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇവിടെ 6 പ്ലസ് അല്ല ഇവിടെ ഇങ്ങനെ എഴുതുന്നത് ഇവിടെ 2 പ്ലസ് 6 സൈൻ സ്ക്വയർ എക്സ് വരും. ജസ്റ്റ് ഒന്ന് അതിനെ സിംപ്ലി. പിന്നെ അടിയിൽ എന്തായിരുന്നു 1 പ്ലസ് സൈൻ വൈ ഹോൾ ക്യൂബ് മൈനസ് 1 മൈനസ് സൈൻ വൈ ഹോൾ ക്യൂബ്. ഓക്കെ, അത് ലാസ്റ്റ് സിം 2 സൈൻ ക്യൂബ് പ്ലസ് 6 സൈൻ എക്സ് വരും. അപ്പോൾ ഇവിടെ നിന്ന് 2 കോമൺ വരുന്നുണ്ട്. സോ 2 കട്ടാക്കാം ഇത് 3 ആവും. അപ്പോൾ എന്താ കേട്ടോ 1 ഡിവൈഡ് ബൈ സൈൻ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് 3 സൈൻ എക്സ് എന്ന സാധനത്തിൽ ഈ സൈൻ ക്യൂബ് എക്സ് എന്ന് ഒരു സൈൻ എക്സിനെ കോമൺ എടുക്കുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സോ ഒരു സൈൻ എക്സിനെ കോമൺ എടുക്കാം. എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്ന നേരത്തെ സൈൻ ക്യൂബ് എക്സ് എന്നൊരു സൈൻ എക്സിനെ കോമൺ എടുക്കാം. സൈൻ എക്സിനെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3 എന്ന് വരും അല്ലേ. സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3 എന്ന രീതിയിൽ വരും. അത് അങ്ങോട്ടേക്ക് പോവാം. സോ സൈൻ എക്സ് അപ്പോൺ സൈൻ വൈ അതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള സാധനം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3 എന്ന് ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് തലയിരിക്കും വേണം. സോ 3 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ്
3 സൈൻ സ്ക്വയർ എക്സ് എന്ന ഫോർമാറ്റിൽ കുറച്ച് വൃത്തിയായിട്ട് എഴുതിയ വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അത് ലാസ്റ്റ് ഉത്തരം വൈയുടെ വാല്യൂ ഇട്ടു അടുത്ത. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഹോംവർക്ക് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇത് വളരെ സിമ്പിളാണ്, ഭയങ്കര ടഫൊന്നുമില്ല. ജെ അഡ്വാൻസ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഈ കോസിന് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഉത്തരം എന്താണ് കോസ് ബീറ്റയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നല്ലൊരു ക്വസ്റ്റ്യനാണ്, RPP ചോദിച്ചതാണ്. 1+2 പ്ലസ് അപ്പം എന്താണ് ക്യൂബിൻ്റെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2n ടേംസ് ഉണ്ടല്ലോ, 1 മുതൽ 2n ടേംസ് ഉണ്ട്. സോ 2n ടേംസിൻ്റെ ക്യൂബിൻ്റെ സം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2n ഇൻറ്റു 2n + 1/2 ഹോൾ സ്ക്വയർ ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ n ടേംസിൻ്റെ സ്ക്വയറിൻ്റെ സം ദാറ്റ് ഈസ് n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1/6 ആണ്. ഇനി എന്ത് ചെയ്യാം, 2 പോയി, ഇപ്പോൾ n സ്ക്വയർ ഇൻറ്റു 2n + 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഒരു 6 ഇവിടെ കൊണ്ടുവരാം, ഡിവൈഡ് ബൈ n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1. ഇത് പോയി, n പോയി. സോ n ഇൻറ്റു 6n ഇൻറ്റു 2n + 1 ഡിവൈഡ് ബൈ n + 1. ഓൾറൈറ്റ്, ഇനി ഇത് അത് ഉള്ളോട്ടേക്ക് 6 മാത്രം ഒന്ന് കൊടുത്തു നോക്കുക. എന്നെ ഇങ്ങനെ ഒരു ഒറ്റക്കാക്കിയ രീതിയിൽ നോക്കിക്കോ. സോ 6 ഉള്ളോട്ടേക്ക് പോയിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 12n + 6 എന്ന രീതിയിൽ വരും. ഒരു n ഉണ്ട്. 12n ഞാൻ 12n + 12 നോക്കിക്കോ. എന്തുകൊണ്ടാണ് 12n + 12 - 6 ദാറ്റ് ഈസ് 6 തന്നെ ഡിവൈഡ് ബൈ ഇതൊരു n ഉണ്ട് ഡിവൈഡ് ബൈ n + 1. ഇവിടെ നിന്ന് ഒരു n + 1 കോമൺ വരും. സോ n + 1 ഇൻറ്റു 12 - 6 ഡിവൈഡ് ബൈ n + 1. സോ n + 1 ഉള്ളോട്ടേക്ക് കൊടുക്കാം, ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഈസ് n 12 ഡിവൈഡ് ബൈ 12 - 6 ഡിവൈഡ് ബൈ n + 1. ഇനി ഇതാണ് നമ്മുടെ ടോട്ടൽ അവർ തന്നിട്ടുള്ള സം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് എന്താണ്, ഒരു ഇൻറ്റീജർ ആവണമെങ്കിൽ എന്താണ്, ഇത് ഓൾസോ ഇൻറ്റീജർ. അപ്പോൾ ഈ സാധനം ഇൻറ്റീജർ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് ഈ ടേം ഇൻറ്റീജർ ആവണം. ഈ ടേം ഇൻറ്റീജർ ആവണമെങ്കിൽ ദാറ്റ് മീൻസ് n + 1 ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 6. സോ n + 1 ക്യാൻ ബി ഐദർ 6, 1 ആവാൻ പറ്റുള്ളൂ, കാരണം 0 ആണ് എന്നിൻ്റെ വാല്യൂ. 0 പറ്റില്ല, n ഇൻറ്റീജർ ആവണം പോലും. ഓക്കെ, 1 ആവാൻ പറ്റില്ല. സോ 2, 3 ആവാം. സോ n എന്തൊക്കെ ആവാം, ഐദർ 5 ആവാം, ഐദർ 1 ആവാം, ഐദർ 2 ആവാം. സോ 2. സോ ഇതിൻ്റെ n സാധ്യതയുള്ള വാല്യൂസിൽ ആഡ് ചെയ്തതിന് ദാറ്റ് ഈസ് 8 ആണ്. ഓക്കെ, ഇത് കുറച്ച് ഇതാണ് തിയറിയാണ്. എന്താണ് തിയറി അല്ല, ഒരു 8 റൂൾസ് ആണ്. sin θ sin 60 - θ ഇൻറ്റു sin 60 + θ ദാറ്റ് ഈസ് 1/4 ഇൻറ്റു sin 3 θ. കോസിനാണെങ്കിൽ ഇതേപോലെ തന്നെ, ടാനിനാണെങ്കിൽ 1/4 ഒന്നുമില്ല, പക്ഷേ ഡയറക്റ്റ് tan 3 θ എന്നുള്ള സാധനം. കോട്ടിനാണെങ്കിലും cot 3 θ എന്നുള്ള സാധനം. പിന്നെ ആഡിങ് ആണെങ്കിൽ tan θ. നമ്മൾ sin θക്ക് പഠിച്ചിട്ടുണ്ടല്ലോ ഇതേപോലത്തെ സാധനം, പക്ഷേ അത് 0, 120, 240. പക്ഷേ ഇത് 16ൻ്റെ ഡിഫറൻസ് ആണെന്ന് കാര്യം മനസ്സിലാക്കുക. 3 tan 3 θ. കോട്ടിനാണെങ്കിൽ 3 cot 3 θ കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് cot θ + tan θ = 2 cosec 2 θ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട്. ഇത് പഠിച്ചിരിക്കണം. cot θ + tan θ = 2 cosec 2 θ. അതേപോലെ cot θ - tan θ ആണെങ്കിൽ 2 cosec ആയിരിക്കില്ല, 2 cot 2 θ എന്നുള്ള സാധനം മനസ്സിലാക്കാം. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷനൊക്കെ. ഇനി കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ആണ്. cos θ എപ്പോഴും ഇതുപോലത്തെ cos θ ഇൻറ്റു cos 2 θ, അതിൻ്റെ ഒക്കെ പവർ ഉണ്ട് 2/2 ആ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പരിപാടി, ഈ എന്നിൻ്റെ കാര്യങ്ങളെ പറ്റി അധികം ചിന്തിക്കാനൊന്നും പോകണ്ട. അത് നമുക്ക് ഡയറക്റ്റ് കിട്ടുമ്പോൾ തിരിയും. ഡയറക്റ്റ് ലോജിക്കലി എന്നിൻ്റെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം വെച്ചാൽ എന്താ 2 കൊടുക്കും, 2 sin θ 2 sin θ അടിയിൽ കൊടുക്കും. എന്നാൽ 2 sin θ cos θ എന്ന് പറഞ്ഞാൽ sin 2 θ sin 2 θ വരും. ഇനി sin 2 θയും ഇവിടെ ഒരു cos 2 θ ഉണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ 2യുടെ ആവശ്യം കൂടി കൊടുക്കും. അപ്പോൾ 2 എക്സ്ട്രാ കൊടുക്കും, 2 എക്സ്ട്രാ കൊടുക്കും, അങ്ങനെ ഇവിടെ 2 വരും, എക്സ്ട്രാ 2 വരും. അപ്പോൾ എത്ര 2 വേണ്ടി വരും, ഇവിടെ എത്ര ടേംസ് ഉണ്ടോ ഇതുപോലത്തെ, ആദ്യം ഒരു 2 കൊടുക്കണം sin θ cos θ പരം. സോ cos θക്ക് ഒരു 2 വേണം, ഇയാൾക്കൊരു 2 വേണം, ഇയാൾക്കൊരു 2 വേണം, ഇയാൾക്കൊരു 2 വേണം. പിന്നെ ടോട്ടൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n - 1 ടേംസ് ആണ്. അല്ല, ഇത് 0 മുതലാണ് തുടങ്ങുന്നത്, 2/0 മുതൽ തുടങ്ങുന്നത്. സോ 0 മുതൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ടോട്ടൽ n ടേംസ് ഉണ്ട്. അതുകൊണ്ട് 2/n ടേംസ് വേണ്ടി വരും, 2/n വേണ്ടി വരും ഈ പവറും. അതേപോലെ sin θ ഇതിങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ sin θ ഇതിൻ്റെ പരം വരുമ്പോൾ sin 4 θ വരും. sin 4 θ ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റും, ഒരു 2 എക്സ്ട്രാ കൊടുത്താൽ മതി. അങ്ങനെ sin 4 θ, അങ്ങനെ ലാസ്റ്റത്തെ ടേം വരെ ഒരു sin 2 θയുടെ ഫോർമാറ്റിലേക്ക് മാറ്റും. ഓക്കെ, സോ അതാണ് പരിപാടി. സോ അതിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുക. സോ ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് പോവുക. ഇവിടെ നോക്കി നോക്കുക, cos 20, cos 40, cos 60. എനിവേസ് ഞാൻ എന്താ വെച്ചാൽ cos 20 ഉണ്ട്, കുറച്ചുകൂടി സ്പേസ് കൊടുക്കാം. cos 20, cos 40, cos 80, cos 60ൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് 1/2. ഓക്കെ, സോ ഇത് നല്ല നേരത്തെ പരിപാടി പോലെ തന്നെ ഉണ്ടല്ലേ, കറക്റ്റ് ആ ഒരു ട്വൈസ് ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 2 sin 20 കൊടുക്കും, 2 sin 20 കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എന്താവും, ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് വേണ്ട സാധനം ദാറ്റ് ഈസ് sin 2 θ വരും. sin 2 θ ദാറ്റ് ഈസ് sin 40 വരും. ഇവിടെ sin 40യും ഈ sin 40യും ഉണ്ട്. അപ്പോൾ
അപ്പോൾ ഒരു എക്സ്ട്രാ 2 കൂടി കൊടുക്കണം. അപ്പോൾ 2/2 എന്ന് 2/2 ആവും. അപ്പോൾ അതും ഇവിടെ 2 നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതും കൂടിയിട്ട് എന്താവും ലാസ്റ്റ് സൈൻ 40 80 ആവും. സൈൻ 80 ആവും. അങ്ങനെ അയാളും ഇയാളും കൂടി യോജിപ്പിക്കും. പക്ഷേ ഒരു എക്സ്ട്രാ 2 കൊടുക്കണം. പക്ഷേ 2/3 എന്ന് 2/3ലേക്കും ഇയാൾ രണ്ടും കൂടി യോജിക്കും. ഇയാൾ രണ്ടും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ 160 ആവും. റൈറ്റ്, സൈൻ 160 ആവും. സോ ലാസ്റ്റ് എല്ലാം കൂടി സൈൻ 160 അപ്പോൺ സൈൻ 160 ആവും. സോ സൈൻ 160 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 20 എന്ന് വരും. ഓക്കെ, സോ ഇത് രണ്ടുപേരും ആഡ് ചെയ്ത കോംപ്ലിമെൻ്ററി ആണ്, ഇവരെ അല്ല സപ്ലിമെൻ്ററി ആണ്. സോ ഇവരുടെ സെയിം വാല്യൂ ആണ്. സോ 1/8 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1/16 ദസ് പ്രൂവ്ഡ്. ഓക്കെ, പിന്നെ മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം എന്ത് പിടിച്ചിട്ട് എന്താക്കാം സൈൻ്റെ ടേംസിലേക്ക് മാറ്റാം. സൈൻ്റെ ടേംസ് എന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുമ്പോൾ സൈൻ 80 വരും. സോറി, സൈൻ 80 അല്ല, സൈൻ 70 വരും. പിന്നെ സൈന് 30 വരും. പിന്നെ സൈൻ എന്താ വരിക, ഇത് 30 തന്നെ വരും തോന്നുന്നു. അല്ല, ഇത് 40 കേട്ടോ വരാൻ. സൈൻ 40 തന്നെ വരും. ഇത് 40 അല്ല, ഇത് 50. എന്തുകൂടെ ഞാൻ പറയുന്നത് 50 വരും. ഇനി സാർ ഇത് കാണിച്ച പോലെ സൈൻ്റെ ടേംസിലേക്കാണ് ഇങ്ങനെയായിട്ട് എഴുതാൻ പറ്റും. ശരി, സാർ സൈൻ്റെ ടേംസ് അല്ലേ. വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്തായിരുന്നു, കോസ് തീറ്റ ഇൻറ്റു കോസ് 60 മൈനസ് തീറ്റ ഇൻറ്റു കോസ് 60 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/4 ഇൻറ്റു കോസ് 3 തീറ്റയാണ് അല്ലേ. ആ ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതെന്താണ് സൈൻ്റെ ടേംസിലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ എന്താണ് സൈൻ 20 ദാറ്റ് സൈൻ തീറ്റ ഇൻറ്റു 60 മൈനസ് തീറ്റ സൈൻ 60 മൈനസ് 20 ദാറ്റ് ഈസ് 40. അതിനെങ്ങനെ എഴുതി കറക്റ്റാണ്. 60 പ്ലസ് തീറ്റ സൈൻ 60 പ്ലസ് 20 അതാണ് സൈൻ 80 അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് സൈൻ 60 എന്ന് പറഞ്ഞ സാധനമാണ് ദാറ്റ് ഈസ് √3/2. ഓക്കെ, സൈൻ 2 ഇനി ഇതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് ദാറ്റ് ഈസ് 1/4 ഇൻറ്റു സൈൻ 3 തീറ്റ ദാറ്റ് മീൻസ് സൈൻ 3 തീറ്റ സൈൻ 60 ആണ്. സോ 1/4 ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ ദാറ്റ് ഈസ് √3/2 ഇൻറ്റു √3/2 ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 4 സോ 3/16 ഉത്തരം വരുന്നുണ്ട്. ദസ് പ്രൂവ്ഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 96 ഇൻറ്റു ഈ ഒരു ടേംസ്. അപ്പോൾ ഇത് നമ്മൾ ഓക്കെ പവേഴ്സ് കോസിൻ്റെ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൻ്റെ കഥ ഓർമ്മിക്കുക. പിന്നെ കോസ് 60 പ്ലസ് തീറ്റ ആ ടെക്നിക്ക് ഉപയോഗിക്കാം. അതേപോലെ സൈൻ കണ്ടു കഴിഞ്ഞാലും സൈൻ 60 പ്ലസ് ആ ഒരു സംഭവം ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ കോസിലേക്ക് മാറ്റിയിട്ട് കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൻ്റെ കാര്യം ചിന്തിക്കാം. എനിവൈസ് ഇത് എന്താണ് പൈ 2π 4π ആ രീതിയിലാണ് പോകുന്നത്. ശരി, സോ 96 അടക്കട്ടെ. നമ്മളെന്ത് ചെയ്യും 2 സൈൻ π/33 കൊടുക്കും. കോസ് π/33 വരും ഡിവൈഡ് ബൈ 2 സൈൻ π/33 റൈറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എന്താവും 2π/33 എന്ന രീതിയിൽ വരും അല്ലേ. 2π/33 അങ്ങനെ ഇയാളും യോജിപ്പിക്കും, ഇയാളും യോജിപ്പിക്കും. ഇത് രണ്ടും കൂടിയിട്ട് അടുത്ത് എന്താണുള്ളത് കോസ് 2π/33 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് കോസ് 4π/33 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി എത്ര 2s വേണ്ടി വരും. ഒന്ന് ഇയാൾക്കുള്ള 2 2. അപ്പോൾ ഇങ്ങനെ ഇയാൾക്കുള്ള 2 വേണം, ഇയാൾക്കൊരു 2 വേണം, ഇയാൾക്കൊരു 2 വേണം, ഇയാൾക്കൊരു 2 വേണം, ഇയാൾക്കൊരു 2 വേണം. സോ 1 2 3 4 5. സോ 5 2 വേണം. സോ അടിയിൽ 2/5 വേണം. ഇനി സൈൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആംഗിൾ ആയിരിക്കും, ഏറ്റവും കൂട്ടത്തിലുള്ള ചെറിയ ആംഗിൾ. ഓക്കെ, പിന്നെ മുകളിൽ എന്താ ഉണ്ടാവാൻ ലാസ്റ്റ് സൈന് 16π/33 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡബിൾ 16π ഡബിൾ എത്രയാണ് 32π/33. അപ്പം ലാസ്റ്റ് ഉണ്ടാവാൻ സൈന് 32. ലാസ്റ്റ് ഇയാളുടെ പരം ഒരു ലാസ്റ്റ് ഒരു സൈൻ 16π/33 ഉണ്ടാവും. അത് രണ്ടും കൂടിയിട്ട് സൈൻ 2a എന്ന് വരുന്ന പോലെ സൈൻ 2 തീറ്റ വരുന്ന പോലെ തന്നെ ഇവിടെ സൈന് 32π/33 ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ 2/5 ഉണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ സപ്ലിമെൻ്ററി ആണ്. ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി. സോ ദിസ് ഇസ് ഗോൺ ബിക്കോസ് സപ്ലിമെൻ്ററി ആംഗിൾസ് സൈൻ്റെ സെയിം വാല്യൂ ആണ്. സോ 1/32 ഇൻറ്റു 96 ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 3 റൈറ്റ്. സോ ഉത്തരം 3 ആണ്. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സൈന് ഇങ്ങനെ കണ്ടിന്യൂഡ് പ്രോഡക്ട്സിൽ വന്നിട്ട്. അപ്പം പ്രത്യേകിച്ച് ആംഗിൾസിന് ഒന്നും കാണുന്നില്ല. നമുക്ക് പിന്നെ 16 പറ്റിയിട്ടുള്ള ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം കോസിലേക്ക് മാറ്റി കണ്ടിന്യൂഡ് പ്രോഡക്റ്റിന് വേണ്ടി ചിന്തിക്കും. സോ 2 കോസിലേക്ക് മാറ്റുമ്പോൾ π/2 മൈനസ് π/22. സോ ഇതിനൊക്കെ എന്ത് മാറ്റണം ഇങ്ങനെ ഉണ്ടാവും കോസ് π/2 മൈനസ് π/22. ഓരോ ടേംസും അങ്ങനെ ചെയ്യണം. സോ 2 കോസ് എങ്ങനെ ഉണ്ടാവും π/2നെ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ല 11 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 11π/22 മൈനസ് π/22. സോ ഇത് 10π/22 എന്ന രീതിയിൽ വരും. സോ 10π/22 വരും.
അടുത്ത അതേപോലെ തന്നെ കോസ് എല്ലാ ടേംസും അതേപോലെ കോസിലേക്ക് മാറ്റാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് സിംപ്ലിഫൈ ആയിരുന്നു കോസിൻ്റെ ടേംസിലേക്ക്. ഇനി ഒന്നും കൂടി ഒന്ന് ചെറുതായി കട്ടണേ. ഓക്കെ, എല്ലാം ഒന്ന് സിംപ്ലിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടേംസ് ഒന്ന് നേരെ എഴുതി വെക്കാം. 2 ഉണ്ട് അവിടെ, 2 അടക്കട്ടെ. കോസ് കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് എന്ന രീതിയിലേക്ക് അങ്ങനെ ഡബിൾ. സോ കോസ് എടുക്കുക, പിന്നെ ഈ ടേം എടുക്കുക, ദാറ്റ് ഈസ് കോസ് 2π/11. പിന്നെ അടുത്ത ഈ ടേം എടുക്കാം, ദാറ്റ് ഈസ് കോസ് 4π/11. ഓക്കെ, ബാക്കിയുള്ള 2 പേര് അവന്മാരെ നമുക്കൊന്ന് സൈഡിൽ എടുത്ത് എഴുതാം. കോസ് 5π/11 കോസ് 3π/11. കാരണം അവർ കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇവ 3 പേരും കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്, ഇനി ഇവന്മാർ എന്ത് വെച്ചാൽ കോസ് എങ്ങനെയെങ്കിലും കണ്ടിന്യൂഡ് പ്രോഡക്റ്റിലേക്ക് മാറ്റണം. അപ്പം സപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ കഥ ചിന്തിച്ച് നോക്കുക. സപ്ലിമെൻ്ററി ആംഗിൾസിന് ഇവരുടെ കോസ് ഇപ്പോൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുമ്പോൾ 6π/11 ആയിരിക്കും അല്ലേ, ഇയാളുടെ 6 അത് മൈനസ് ആയിരിക്കും അല്ലേ. അപ്പം അതേപോലെ ഇയാൾക്ക് 8π/11 -8π/11. അപ്പം ഞാനൊന്നും കൂടി ഇതൊന്നും കൂടി ഇങ്ങനെ എഴുതി വെക്കും. ഇവിടെ വരെ ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ് ഇതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിളിൻ്റെ ഫോർമാറ്റ് എഴുതുമ്പോൾ ദാറ്റ് ഈസ് കോസ്, കാരണം രണ്ടുപേരും ആഡ് ചെയ്താൽ പൈ കിട്ടണം. സോ അതുകൊണ്ട് കോസ് അല്ല, ആദ്യം ഇയാളുടെ എഴുതാം, റൈറ്റിലുള്ള ആളുടെ എഴുതാം, ദാറ്റ് ഈസ് കോസ് 8π/11 ആണ്. അത് രണ്ടുപേരും ആഡ് ചെയ്താൽ 11 പൈ കിട്ടുന്നുണ്ട്. സോ ഒരു മൈനസ് വരുന്നുണ്ട്. അതേപോലെ ഇയാളുടെ എഴുതാം, ദാറ്റ് ഈസ് കോസ് ഒരു മൈനസ് വരുന്നുണ്ട് 6π/11. ഓൾറൈറ്റ്, ഓക്കെ. സോ മൈനസ് കട്ടായിട്ടുണ്ട്. ഫൈൻ. ഇനി ഇതൊക്കെ ഇതൊരു വലിയ കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ എന്താണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സൈന് ഇയാളുടെ ഡബിൾ ആയിരിക്കും വരാൻ. അത് എത്രയാണ് 16π/11 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ എത്ര 2 വേണ്ടി വരും, ഈ 2 മൈൻഡ് ആക്കട്ടെ, ആ 2 അവിടെ കിടക്കട്ടെ. എത്ര 2 1 2 3 4. സോ 2⁴ വേണ്ടി വരും. സൈന് ഏറ്റവും ചെറിയവൻ്റെ π/11. ഓക്കെ, ഇതാണ് പരിപാടി. ഇൻറ്റു അപ്പോൾ ഇത് ഒരു 2 കട്ടായി. അപ്പോൾ ലാസ്റ്റ് 3 വരുന്നുള്ളൂ ഇവിടെ. അല്ല, ആ 2 മേ ബി ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അടക്കട്ടെ. ഇൻറ്റു കോസ് 6π/11. ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതാ ഇത് 2 സൈനസ് കോസ് ബി. അപ്പം എന്താണ് ദാറ്റ് ഈസ് എന്താണ് സൈൻ a+d, ദാറ്റ് ഈസ് സൈൻ 22π/11 പ്ലസ് സൈൻ a-b, ദാറ്റ് ഈസ് സൈൻ 10π/11, റൈറ്റ്. ആൻഡ് 22π/11 ദാറ്റ് ഈസ് സൈൻ 2π ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഓൾവേസ് 0. ഓൾവേസ് 0 എന്നല്ല, ഇറ്റ്സ് 0. സോ അത് 0 ആയി. പിന്നെ ആകെ സൈൻ 10π/11 ആൻഡ് 2⁴ സൈൻ π/11 ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവർ രണ്ടാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സപ്ലിമെൻ്ററി ആണ്. സോ രണ്ടും കട്ടായി. സോ 1/16 എന്നുള്ള ഉത്തരം ഉണ്ടോ. സോ 1/16 ആണ് ആൻസർ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ സൂപ്പർ ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇതാദ്യം കോട്ട് എന്താണിത് 14 + 1 ദാറ്റ് ഈസ് 15/2 ദാറ്റ് ഈസ് 7.5 പ്ലസ് ടാൻ ഇതെന്താണ് ടാൻ 67.5 മൈനസ് കോട്ട് 67.5 ഡിഗ്രിയാണ് മൈനസ് ടാൻ 7.5 ഡിഗ്രി. ഇനി മീൻസ് കോട്ട് ടാൻ എന്നൊക്കെ ഡയറക്റ്റ് ഒരുമിച്ച് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മിക്കുക നമ്മുടെ 8 ഫ്രണ്ട്സിൽ നമുക്ക് കാണുന്നതാണ് കോട്ട് തീറ്റ പ്ലസ് കോട്ട് ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cosec 2 തീറ്റ, റൈറ്റ്. സോ ദാ cot theta plus tan theta we got it, that is 2 cot 2 cosec 2 theta, so 2 cosec 2 theta and that is 2 by sin 2 theta, that is 15 degree, and sin 15 degree we know that is 2 minus root 3 ആണ് തോന്നുന്നത് അല്ലേ, 2 minus root 3 ആണ്. സോ മോളോട്ടേക്ക് വരുമ്പോൾ 2 × 2 plus root 3 വരും. ഓക്കെ, ആൻഡ് മൈനസ് cot theta plus tan theta എത്രയാണ്, again it's 2 cosec theta എന്നുള്ളത് 2 cosec 2 theta ആണ്. സോ അത് sin 2 theta that is 15 and again 2 plus root 3 minus 2 into 2 plus root 3. ശരി, നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ sin 0.5 കറക്റ്റ് ആക്കണം. ഇവിടെ 2 cot 135 ആണ് വരാൻ. ഓക്കെ, ഇവിടെ 2 cot 135 ആണ്. ഇത് 135യുടെ കോട്ട ദാറ്റ് ഈസ് -1. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്താണ് ഇത് ഇറാഷണൽ നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. സോ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ ഡയറക്റ്റ് പൈ 2π വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പരിപാടി ചെയ്യാം. ഇയാളുടെ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഐ തിങ്ക്
കോസ് 4π/7. സോ 4π/7 അവിടെ കൊടുക്കും, ഒരു മൈനസ് കോസ് 4π/7. സോ കോസ് π/7 വരുന്നുണ്ട്, കോസ് 2π/7 വരുന്നുണ്ട്, കോസ് 4π/7 വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യാനുള്ള പരിപാടി? ഡയറക്റ്റ് നമ്മുടെ നേരത്തെ പരിപാടിയാണ്. സോ അടിയിൽ എത്ര 2�3 വേണം. പിന്നെ സൈൻ ഏറ്റവും ചെറിയ ആംഗിൾ π/7. ഓക്കെ, പിന്നെ മുകളിൽ എന്തായിരുന്നു ഇയാളുടെ ഡബിൾ, ദാറ്റ് ഈസ് സൈൻ 8π/7 ആണ്. ഓക്കെ, ഇവ രണ്ടാളും കോംപ്ലിമെൻ്ററി കട്ടായി. 1/8 ഉത്തരം. റൈറ്റ്. ഓക്കെ, ഇത് കോംപ്ലിമെൻ്ററി അല്ല, അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, സൈനിനെ ഇങ്ങനെ എഴുതും, π + π/7 എഴുതും. കറക്റ്റ് അല്ല? 8π/7 ആൻഡ് π + π/7 ദാറ്റ് ഈസ് മൈനസ് സൈൻ π/7 /2³ സൈൻ π/7. ഓക്കെ, നേരത്തെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു, സോ അത് പ്ലസ് ആയി. സോ ഇത് കട്ടായി. സോ 1/8 അങ്ങനെ ഉത്തരം വന്നു, 1/8. ഓക്കെ, ഇതെന്താണ്? ഇത് ഡയറക്റ്റ് നമ്മുടെ ഒരു ഇക്വേഷൻ ഇല്ലേ, ടാൻ്റെത് ടാൻ തീറ്റ പ്ലസ് ടാൻ 120 മൈനസ് തീറ്റ ആണെന്ന് തോന്നുന്നു. 120 മൈനസ് 25 കറക്റ്റ് 85 ആണ്. സോറി, 120 മൈനസ് തീറ്റ അല്ല, അത് സൈനിലാണ് 120 240 ആയിരുന്നു. ഇവിടെ ടാനിലാണെങ്കിൽ 60 പ്ലസ് 25. അതിന് അടുത്തത് ടാൻ 120 പ്ലസ് 25 എന്ന രീതിയിൽ 60 ഇത് വരണം. ഓക്കെ, കോമൺ ഡിഫറൻസ് കറക്റ്റ്. അപ്പോൾ ഇതാണ് ആ സാധനം എഴുതിയിട്ടുള്ളത്. റൈറ്റ്. ആൻഡ് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടായത് എന്തായിരുന്നു? ഡയറക്റ്റ് 3 ടാൻ 3 തീറ്റ എന്നായിരിക്കും. സോ 3 ടാൻ 3 തീറ്റ മീൻസ് ദാറ്റ് ഈസ് 75. റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 cot 15 is equal to 3 divided by tan 15 and is equal to 3 divided by എന്താണ് tan 15 വാല്യൂ എത്രയായിരുന്നു? 2 + √3 ആണ്. സോ അത് ഡയറക്റ്റ് ഇനി അറിയുന്ന വാല്യൂസ് ആണ്. എന്നിട്ട് a + b + c എന്താണ്, അത് ഇതിനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ a + b + c കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ 2 പാരൽ കോഡ്സ് ഉണ്ട്. ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 2 ആണ്. പാരൽ കോഡ്സ് ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെന്താ ചോദിച്ചിട്ടില്ല ഇവർ? √3 ഡിസ്റ്റൻസ് ആണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ എക്സ് വൈ സെറും അവിടെ കൊടുത്തേ, വെറുതെ അവർ കൊടുത്തേ എക്സ് + y എന്ന് പറഞ്ഞാൽ അത് √3 + 1 ആണെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഫൈൻ. എന്നിട്ട് പിന്നെ ആംഗിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓരോ കോഡുകൾ ആംഗിൾ ഉണ്ടാക്കുന്നത്. ഈ ടോട്ടൽ ആംഗിൾ ആണ് ഇവർ വന്നിട്ടില്ല π/k. അതേപോലെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുണ്ട് 2π/k. റൈറ്റ്. ശരി, ഇയാൾ തീറ്റ എന്ന് വിളിക്കുകയാണ്. എന്തുകൊണ്ട് തീറ്റ എന്ന് വിളിച്ചാൽ കാരണം 2 തീറ്റ. അപ്പോൾ കുറച്ചുകൂടി കാൽക്കുലേറ്റീവ് കുറച്ച് ഈസി ആവും. അല്ലെങ്കിൽ π/2 എന്ന രീതിയിലൊക്കെ വരും, വേണ്ടാണ്ട് ആംഗിൾസ് മാറും. അതുകൊണ്ട് ഇയാൾ തീറ്റ. സോ ടോട്ടൽ ആംഗിൾ 2 തീറ്റ is equal to we could say that is π/k. ആൻഡ് 4 തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈക്വൽ ആവും. റൈറ്റ്. 2π/k എന്ന രീതിയിൽ ഈക്വൽ ആവും. കറക്റ്റ് അല്ലേ? ആണ്. അപ്പോൾ 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളിൻ്റെ പകുതിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ ആംഗിളിൻ്റെ പകുതിയാണ് 2 തീറ്റ. കാരണം ടോട്ടൽ 4 തീറ്റയാണ് ഈ ടോട്ടൽ ആംഗിൾ വരുന്നത്. ഒബ്സർവേഷൻ കാരണം. ഓക്കെ, ഈ തീറ്റ 4 തീറ്റ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആ പകുതി ആംഗിൾ ഇത്. സോ നമുക്ക് തീറ്റയുടെ ടേംസിൽ തന്നെ 2 ആംഗിൾസിനെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ പ്രശ്നമില്ല. ഇനി എന്താ, ടാൻ തീറ്റ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം. ടാൻ തീറ്റ കാരണം നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് അറിയാം. അല്ല, ടാൻ തീറ്റ കണ്ടെത്തിയിട്ട് വലിയ കാര്യമില്ല. സൈൻ തീറ്റയും കണ്ടെത്തിയിട്ട് കാര്യമില്ല. കോസ് തീറ്റയാണ് കണ്ടെത്തുന്നത് ലാഭം. സോ കോസ് തീറ്റ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ വയ്യാന്ന് അറിയാം. അറ്റ്ലീസ്റ്റ് ഇത് റേഡിയസ് ആണെന്ന് അറിയാം. അപ്പോൾ വൈയുടെ ടേംസിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു y/2 ആൻഡ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു x/2. റൈറ്റ്. ഇനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു x/2 പ്ലസ് y/2. അല്ല, y/2 അല്ല, ഇവിടുന്ന് എക്സിൻ്റെ വൈയുടെ വാല്യൂ ആദ്യം കണ്ടെത്തണം. എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടെത്തുക. അത് എക്സിൻ്റെ വാല്യൂ 2 കോസ് തീറ്റ. അടുത്തത് വൈയുടെ വാല്യൂ 2 കോസ് തീറ്റ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് 2 കോസ് തീറ്റ പ്ലസ് 2 cos 2 theta is equal to √3 plus 1. Alright, so 2 cos theta plus 2 cos in terms il thanne നമുക്ക് 2 cos square theta minus 1 is equal to √3 plus 1. Okay, അടുത്തത് 2 cos theta plus 4 cos square theta minus 1 is equal to √3 plus 1. Alright, 4 cos square theta plus 2 cos theta minus 2 minus √3 is equal to 0. പക്ഷേ ഇത്രയും പോകേണ്ട ആവശ്യമില്ല. ഇത് വലിയ ഇടങ്ങാറാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കറക്റ്റാണ്.
ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇവിടുന്ന് ഡിവൈഡ് ചെയ്യും. ഇതിപ്പം വേണമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ കണ്ടെത്താൻ ഭയങ്കര മെനക്കേടാണ് സോൾവ് ചെയ്യൽ. ഇറ്റ്സ് വെരി ഹാർഡ്. സോ ഇവിടുന്ന് എന്താ കോസ് തീറ്റ വാല്യൂ എന്താണ് ഇങ്ങനെ കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റയുടെ വാല്യൂ ദാറ്റ് ഇസ് √3/2. ഞാൻ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് √3/2 പ്ലസ് 1/2. ബൈ ഒബ്സർവേഷൻ കിട്ടുന്ന വെച്ചാൽ എന്താണ് ഈ ആംഗിൾ ഏതാ π/6 ആണ്. ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ π/6 ആണ് നമുക്ക് ബൈ ഒബ്സർവേഷൻ കിട്ടുന്നുണ്ട്. ബിക്കോസ് π/6 കോസ് π/6ഉം ഇതെന്താണ് കോസ് π/3 2 തീറ്റ. സോ കോസ് π/3 കറക്റ്റാണ്. 1/2 വരുന്നുണ്ട്. കോസ് 60 1/2 കോസ് 30 √3/2 കറക്റ്റാണ്. സോ തീറ്റ ഇസ് π/6. സോ π/6 ഇസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയ എന്തായിരുന്നു തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് π/k ആണ്. സോ ദാറ്റ് ഈസ് π/k ആൻഡ് k ഇസ് ഈക്വൽ ടു 6 ആൻഡ് വി ആർ ഡൺ. ഓക്കെ തീറ്റ π/6. ഓക്കെ അപ്പോൾ അങ്ങനെയാണ് 2 തീറ്റ ഇസ് ഈക്വൽ ടു π/6 ദാറ്റ് ഇസ് ഈക്വൽ ടു π/3 ആണ്. ഓക്കെ അതാണ് 2 തീറ്റ ആണ് π/3. സോ 2 തീറ്റ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് π/k എന്ന് പറഞ്ഞാൽ. സോ π/k ഈസ് ഈക്വൽ ടു π/3. അങ്ങനെ കെയുടെ വാല്യൂ 3 ആട്ടോ വരാൻ, അല്ലാണ്ട് 6 അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് വാല്യൂ ഓഫ് സൈൻ 18ഉം സൈൻ 36ഉം ഇപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 18 കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് 5 തീറ്റയും 90 എന്നിട്ട് 2 തീറ്റ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്നത് സൈൻ കൊടുത്തിട്ട് ലാസ്റ്റ് ഉത്തരം കിട്ടുന്ന രീതിയാണ്. എനിവേസ് സൈൻ 18ൻ്റെ വാല്യൂ എന്താണ് ഓർമ്മിച്ച് നോക്കുക ദാറ്റ് ഇസ് √5 - 1/4ഉം കോസ് 36ൻ്റെ വാല്യൂ ദാറ്റ് ഇസ് √5 + 1/4ഉം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ സൈൻ്റെ കോംപ്ലിമെൻ്ററി അതിനനുസരിച്ച് തിരിച്ചാൽ മതി. അപ്പോൾ 24 ജനുവരി ചോദിച്ചൊരു ചോദ്യം. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഭയങ്കര ടഫൊന്നുമല്ല. ഇത് എന്താണ് ആദ്യം എന്താണ് സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് ദി ഇക്വേഷൻ ഹാസ് എ റൂട്ട് സൊല്യൂഷൻ ഇവിടെ മുതൽ ഇവിടം വരെയാണ്. ഫൈൻ. അപ്പോൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് കോസ് 2x ഫോർമാറ്റ് കൊടുക്കുക. കോസ് 2x വാല്യൂ കൊടുക്കുക ദാറ്റ് ഇസ് സൈൻ്റെ ടേംസിലേക്ക്. സോ 1 - sin² തീറ്റ പ്ലസ് a sin തീറ്റ. ശരി. എന്നിട്ട് ഇത് 2 sin² തീറ്റ എന്ന ഫോർമാറ്റിൽ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് കോമ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു a കോമ എടുക്കുക sin x - 2 വരും. ഇവിടുന്ന് ഒരു 2 കോമ എടുക്കുക എന്നിട്ട് sin x - 4 വരും. sin x - 4ൽ sin x - 2 ഉണ്ട് ബിക്കോസ് അതിൻ്റെ ഫാക്ടർ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് വളരെ സിമ്പിളായിട്ട് എന്താണ് sin x - 2 sin x ഒരിക്കലും 2 ആവില്ല ബിക്കോസ് sin xൻ്റെ വാല്യൂ -1 മുതൽ 1 വരും. പിന്നെ ആകെ ഈ ഒരു സാധ്യതയുള്ളൂ. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് a - 4/2 അത് എന്തായാലും 1ൻ്റെയും -1ൻ്റെ ഇടയിലാണ്. സോ എയുടെ നമുക്ക് വാല്യൂസ് കിട്ടും എവിടെ നിന്ന് ഇടം വരെ എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഫൈൻ. അടുത്തത് പിന്നെ അപ്പോൾ നമുക്ക് ഈ പിയും ക്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു n പോയിൻറ്റ്സ് കിട്ടും. ശരി. പിന്നെ എന്താ ഉള്ളത്, പിന്നെ അടുത്ത ആറിൻ്റെ വാല്യൂ കണ്ടെത്തലാണ്. സോ tan 90 അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, ആറൊക്കട്ടെ. പിന്നെ -tan 27 എന്തെങ്കിലും ചെയ്യാനുണ്ടോ? 27നെ വേണമെങ്കിൽ ഇവിടെ ടാൻ ഇത് കോട്ട് 83 ആണ്, അല്ല ഇത് tan 81 കാണുന്നത്. സോ tan 81 ഇയാളെയും ക്ലബ് ചെയ്യുക. tan 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ് കോട്ട് 9 ആണ്. ആൻഡ് കോട്ട് 9 ആൻഡ് 1/tan 9 എന്ന ഫോർമാറ്റിൽ എഴുതാം. സോ നോക്കിക്കോ, ഇതിന് കോട്ട് 9 എന്ന രീതിയിൽ എഴുതും. ഓൾറൈറ്റ്. ഇനി ഇയാളെ ഞാൻ കോട്ട്, കാരണം ടാനും കോട്ട് എന്ന ഫോർമാറ്റിലേക്ക് എഴുതിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ ഇതിന് കോട്ട് 9 എഴുതും, കാരണം നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ അറിയാം. നമ്മൾ y7 അല്ലേ, നമ്മൾ പ്രോപ്പർട്ടി 7 അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇത് കോട്ട് 9 ആക്കി മാറ്റും. ഇയാളെ ഞാൻ കോട്ട് 27 ആയിട്ട് മാറ്റും, കാരണം കോംപ്ലിമെൻ്ററി ആംഗിൾസ്. അപ്പോൾ ടാൻ്റെ കോട്ടിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആ ഇക്വേഷൻസിന് വാല്യൂസ് കൊടുക്കാം. കാരണം നമുക്ക് എന്താണ് ഇതിൻ്റെ ഡബിളിൻ്റെ വാല്യൂ അറിയാം, 54ൻ്റെ വാല്യൂ അറിയാൻ പറ്റും. sin 54ൻ്റെ വാല്യൂ എങ്ങനെ നടത്താൻ, ബിക്കോസ് ഇറ്റ്സ് sin 3 തീറ്റ ആൻഡ് വി നോ ദ തീറ്റ ഇസ് 18. സോ 18ൻ്റെ 3 times ആണ് 54. sin തീറ്റയുടെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് √5 - 1/4. സോ അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യാണ് sin 54 ഇട്ടിട്ട് കോസ് 36ൻ്റെ വാല്യൂ, sin 54 എന്ന് പറഞ്ഞാൽ കോസ് 36 ആണ്. കോസ് 36ൻ്റെ വാല്യൂ ഡയറക്റ്റ് അറിയാം. പിന്നെ എന്താ വളരെ സിമ്പിളായിട്ട് ആറിൻ്റെ വാല്യൂ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത് sin 12 ഇത് രണ്ടും സ്പ്ലിറ്റ് ആയിട്ട് മാറ്റാം. ഓക്കെ. എന്ത് ചെയ്യാം sin 12 സ്പ്ലിറ്റ് ചെയ്ത് ഇനി എന്ത് ഇവന്മാരെ രണ്ടും ഒന്ന് യോജിപ്പിക്കാം. മീൻസ് sin c + d ഫോർമുല അപ്ലൈ ചെയ്യാം. sin c + d ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോർമാറ്റിലേക്ക് വരും. sin 12 മാത്രം ഒറ്റയ്ക്ക് ഉണ്ട്. റൈറ്റ്. ഇവിടുന്ന് sin 30 വരുന്നുണ്ട്. പിന്നെ എന്താണ് cos 42 ഒക്കെ ബാക്കിയുണ്ട്. സോ ഇത് 1/2 ലാസ്റ്റ് ഇയാൾ. ഇപ്പോൾ ഇയാളും എന്താ sin c + d ഫോർമുല അപ്ലൈ ചെയ്യാനൊരു വേറൊരു വർത്താനമൊന്നും ഇല്ല, കാണുന്നില്ല അല്ലേ. ആകെ sin c + d അപ്ലൈ ചെയ്യാം. വീണ്ടും sin c + d അപ്ലൈ ചെയ്യാം. sin 36/2 sin 18ലേക്ക് കിട്ടും. പിന്നെ cos 13 കിട്ടും. sin 18ൻ്റെ വാല്യൂ ദാറ്റ് ഇസ് √5 + 1. അപ്പോൾ എല്ലാം വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്നേ ഉള്ളൂ. ഇവിടെ ഡയറക്റ്റ് sin c + d ആണ്, കാരണം ഈ ആംഗിൾസ് തമ്മിൽ ഒരു ബന്ധവും തോന്നില്ല, 90 ആവുന്നില്ല, അങ്ങനത്തെ കഥയൊന്നും ഇല്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് sin c + d വേണം. അപ്പം എപ്പോഴും ബേസിക്സ് നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ വേണം. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം sin c + d 18ഉം പിന്നെ എന്താ ഇപ്പം പറഞ്ഞ കഥകൾ എന്താ ഇപ്പോൾ പറഞ്ഞ ഈ കോട്ടിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതൊക്കെ എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ വേണം. ഓക്കെ.